നല്ല പടമാണ്. എല്ലാവർക്കും മസ്റ്റ് വാച്ച് എന്ന ജോൺ വിക്ക് ഫ്രാഞ്ചൈസിന് പറ്റിയ ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാം. ആക്ഷൻ സീക്വൽസ് പാക്ഡ് ആണ് മൊത്തം. ആൻഡ് ആക്ട്രസ് എന്ന നിലയിൽ ആന ഡി ആർമാസ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് കാമിയോ റോളും ഉണ്ട്, ആസ് യു നോ. നല്ല പടമാണ്. ഇതിന്റെ സീക്വൽ ഉണ്ടാവും. ആൻഡ് വേറൊരു ഹിന്റും കൂടെ തരുന്നുണ്ട് ഈ പടത്തിൽ. ആൻഡ് അത് ഞാൻ പറയുന്നില്ല. നല്ല നല്ല സിനിമയായിരുന്നു. വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സോട്ട് വന്നേ, അപ്പം എനിക്ക് വൈബ് ആയിരുന്നു. കുഴപ്പമില്ല. ഞാൻ ആക്ഷന് വേണ്ടിയിട്ടുണ്ട്. ഞാൻ പ്ലോട്ടൊന്നും നോക്കിയില്ല. ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി അത് നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ശരി. നല്ല നല്ല പടമാണ്. ആക്ഷൻ സീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അതുകൊണ്ട് കണ്ടേക്കാം. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടേക്കാം. വിഷ്വൽസ് എല്ലാം നൈസ് തന്നെ. എങ്ങനെയാണോ നമ്മൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ ആ ഫ്രെയിംസ് എല്ലാം ഉള്ളത്, അതേപോലെ തന്നെ ഇതിലുള്ളത്. ബാക്കി ഫ്രാഞ്ചൈസി ജോൺ വിക്സിൽ പടം വെച്ച് അതിൽ വെച്ച് പടം കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ അങ്ങനെ സ്റ്റോറി അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എന്തുവാ ആക്ഷൻ സീൻസ് ഇതിൽ ടോപ്പ് നോട്ട്സാണ്. നന്നായിട്ട് നല്ല വൈൽഡ് പടമാണ്. ജോൺ വിക്ക് ഒരു എന്താ പറയാനാണ്, ഒരു പ്രിസൈസ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല വൈൽഡായിട്ട് നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഈ രണ്ടും ഒരേപോലെ ഉണ്ട്. ജോൺ വിക്ക് ഒരു ഹിഡൻ അണ്ടർഗ്രൗണ്ട് സൊസൈറ്റി പോലെയാണെങ്കിൽ ഇതൊരു വില്ലേജ് തന്നെയായിട്ട് ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അന്ന ഡി ആർമാസ് നല്ല ആക്ഷനാണ്. ഇത് കൊറിയോഗ്രാഫിയും സെറ്റ് പീസസ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ ട്രെയിലറിലെ ഒരു ഫയർ സീക്വൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അതൊരു മുഴുനീളം സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് പീസസും അതിൻ്റെ ആക്ഷനും എല്ലാം അടിപൊളിയാണ്. അന്ന ഡി ആർമാസ് വന്ന പാത്ത് ഒരു ഇൻഡസ്ട്രി വരുന്ന സമയത്ത് ആദ്യം ലാംഗ്വേജ് പ്രശ്നം പോലെ കൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ ആക്ട്രസ്. സീക്വല് ഉണ്ടാവും. കാരണം ഇതിൽ കുറച്ച് അൺടോൾഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യും. കാരണം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ. എന്തായാലും കാണും. സീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് വേറെ എന്തെങ്കിലും മിക്സ് ആയിട്ടുള്ള ക്യാരക്ടറൈസ് ആയിട്ടൊക്കെ എന്തെങ്കിലും വരാൻ ചാൻസ്. ഇല്ല, നല്ല മേക്കിംഗ് ആണ്, കൊള്ളാം. ജോൺ വിക്ക് അത് വേറെ ലെവലിൽ പടം. ഇത് ആ പെൺകുട്ടിയുടെ ഒരു കഥയാണ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. പക്ക അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ക്ലൈമാക്സ് ഒക്കെ പക്ക. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൊള്ളാം. ആക്ഷൻ തന്നെയാണ്. ആക്ഷൻ പാക്ക് കൊള്ളാം, കുഴപ്പമില്ല. ആക്ഷൻ തന്നെയാണോ? ആക്ഷനാണ്. ആക്ഷനൊക്കെ അടിപൊളി. നല്ല പടം.